വെൽക്കം ബാക്ക്. അപ്പോ ഓണൊക്കെയാണ് വരുന്നത്, അതായത് അടുത്ത മാസമാണ് ഓണം. സോ ഞാൻ വിചാരിച്ചു ഓണത്തിന് ഇടാൻ പറ്റിയ 2 ഡ്രസ് ഐഡിയാസ് നോക്കാന്ന്. കുറച്ചും എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡ്രസ്സാണ്. സോ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന്. പിന്നെ ഈ 2 ഡ്രസ് ഐഡിയാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ആൻഡ് ഇത് രണ്ടും ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്തതാണ്. ആൻഡ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്തതും ഞാനൊരു കല്യാണത്തിന്റെ, അതായത് രണ്ടും ഒരു കല്യാണത്തിനല്ല 2 കല്യാണത്തിന് വേണ്ടി ചെയ്തതാണ്. ആൻഡ് കോമൺ ആയിട്ട് ഇതിൽ രണ്ടിലും വരുന്നതാണ് ഈ ഒരു സ്കേർട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ സ്കേർട്ട് വെച്ച് സംസാരിക്കാം. ആൻഡ് ഫസ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് ദിസ് ഔട്ട്ഫിറ്റ്. ഇത് ആദ്യം തന്നെ ഇത് ഉണ്ടായതിന്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കുന്റെ കസിന്റെ കല്യാണമായിരുന്നു. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് ഇടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ബേസ് ആയിട്ട് വന്നതാണ് ഈ ക്രീം കളർ. സോ സെപ്റ്റംബർ സംതിങ്ങിനായിരുന്നു കല്യാണം എന്ന് തോന്നുന്നു. എന്തായാലും ഓണത്തിനോടനുബന്ധിച്ചായിരുന്നു കല്യാണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് ടൈപ്പ് ഓഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് യൂസ് ചെയ്യാലോ. സാധാരണ പട്ടുപാവാട എനിക്ക് അത്ര താല്പര്യമില്ല, സാരി ഉടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോ കണ്ടതാണ് ഈ ഒരു ഔട്ട്ഫിറ്റ്. അത് കൊള്ളാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ പട്ടുപാവാടയും ജാക്കറ്റും അല്ല, ജസ്റ്റ് ആ കോട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല എലഗൻസി ഉണ്ടായിന്. അങ്ങനെ ഞങ്ങള് ജയലക്ഷ്മി പോയിട്ട് എടുത്തൊരു സാരി ആയിരുന്നു ഇത് കേട്ടോ. ഇത് ശരിക്കും സാരിയാണ്. ഇതിന്റെ റേറ്റ് ഏകദേശം 800 to 900 ആണെന്നാണ് എന്റെ ഓർമ്മ. ഇത് ഓണത്തിനോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ കുറേ സെറ്റിന്റെ സാരികളും ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ നിന്ന് നമ്മൾ തപ്പിപ്പിടിച്ച് ഒരു 700 800 റേഞ്ച് ആണെന്ന് വന്നത് കഴിഞ്ഞ കൊല്ലമാണ് മേടിച്ചത്. ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ സാരി മേടിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇതിൽ നിന്ന് പട്ടുപാവാട തയ്ക്കാന്ന്. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് തയ്ക്കും, അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ പിന്നെ ആസ് ഓൾവേസ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്റെ അമ്മ അവതരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ അമ്മയാണ് തയ്ച്ചത്. ഇതാണ് പട്ടുപാവാട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതായത് പാവാട, ഓക്കെ, ഇതാണ് ആ സ്കേർട്ട്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടാണ്. ഇതാണ് ഫുൾ സ്കേർട്ട് വന്നിട്ട് നല്ല ഫ്ലെയർ ആണ്. ഇതിങ്ങനെ നോട്ട് വെച്ചിട്ട്, മറ്റേതല്ല ശരിക്കും നോട്ടാണ്. ഇനിയിപ്പോ സപ്പോസ് നമ്മൾ തടിക്കുവാണെങ്കിലോ മെലിയുവാണെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ അമ്മ സ്കേർട്ട് തയ്ച്ചു. അതിന്റെ കൂടെ ബാക്കിയുള്ള തുണി വെച്ചിട്ട് ടോപ്പും തയ്ച്ചു. ഇതും അമ്മ തയ്ച്ചു തന്നെയാണ്. അപ്പൊ ഇതിന്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്കേർട്ടും പാവാടയായിട്ട് തന്നെ വേണമെങ്കിൽ ഇടാം, ആ കോട്ടിട്ട് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ധാവണിയായിട്ട് കൊടുക്കാം. 3 ഉപകാരമുണ്ട് ഇതുകൊണ്ട്. ഇതൊക്കെ അമ്മ ചെയ്തു തന്നെയാണ്. പിന്നെ ഇതിന്റെ ബാക്കി ഉണ്ടായതുകൊണ്ട് അമ്മ തന്നെ തയ്ച്ചു. അത് കാരണം സാരി 5 മീറ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റി. ഇത് രണ്ടിനും ഏകദേശം 700 800ന്റെ റേഞ്ചിലാണ് വന്നിട്ടുള്ളൂ. അമ്മ തയ്ച്ച കാരണം ടൈലറിങ് കോസ്റ്റ് വന്നിട്ടില്ല, അപ്പൊ അത് 0 ആണ്. പിന്നെ അതിന് ആവശ്യം ഉണ്ടായിരുന്നത് ആ കോട്ടാണ്. ആ കോട്ട് ആക്ച്വലി ഭയങ്കര ട്രിക്കി ആയിരുന്നു. കാരണം ആ ഒരു മെറ്റീരിയൽ നല്ല കോസ്റ്റ്ലി ആണ്. ഞങ്ങൾ എറണാകുളത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കടയിലും കയറി നോക്കിയായിരുന്നു. പറ്റിയ ഒരു മെറ്റീരിയൽ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം മെറ്റീരിയൽ കിട്ടിയപ്പോ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലിന് ഭയങ്കര റേറ്റ്, മീറ്ററിന് 1000+ ഒക്കെ ഉള്ള മെറ്റീരിയലായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മളൊരു 1 ടൈം യൂസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. 1 ടൈം യൂസിന് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അവസാനം അന്വേഷിച്ച് സീമാസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത്. ഇതെന്താ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൊക്കേഡാന്ന് തോന്നുന്നു. എനിക്ക് ഈ മെറ്റീരിയലിനെ പറ്റി വലിയ ധാരണയില്ല. ഇതിങ്ങനെ അകത്തൊക്കെ നൂലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നൂല് അപ്പ പറഞ്ഞു വരും. കാരണം ഇതിന് ലൈനിങ് വെക്കാണ്ടാണ് അടിച്ചത്. ആൻഡ് ഇത് ഞാൻ ഒരു ചേച്ചിയുടെ കൊടുത്ത് തയ്പ്പിച്ചതാണ്. അത്യാവശ്യം നല്ല എലഗന്റ് ആൻഡ് ഗ്രാൻഡ് ലുക്കുള്ള മെറ്റീരിയലും ആണ്. ഇത് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. ശരിക്കും പ്രോപ്പർ ഷ്രഗ് പോലെയാണ് തയ്ച്ചത്, അതായത് കോട്ട് പോലെ വിത്ത് ചൈനീസ് കോളർ. ഇത് അതിന്റെ കൂടെ ഇട്ടപ്പോൾ ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല കോംപ്ലിമെന്റ് കിട്ടിയ ഒരു ഡ്രസ്സാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണോ. ഈ മെറ്റീരിയലിന്റെ കോസ്റ്റ് വന്നിട്ട് ഇതിന് ഏകദേശം ഒരു മീറ്ററിന് 300 സംതിങ് ഉണ്ടായിരുന്നു. ഒരു 2 മീറ്റർ മേടിച്ചെന്നാണ് എന്റെ ഓർമ്മ. എന്നാലും ആ ഒരു കോസ്റ്റിന് നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു. ശരിക്കുള്ള ഇതിന്റെ റേറ്റ് ഞാൻ മറന്നു കേട്ടോ. ഏകദേശം 500ന് താഴെയായിരുന്നു എന്തായാലും. ആൻഡ് ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഉണ്ടായത്.
ആൻഡ് ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമാണ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഓൾമോസ്റ്റ് കുറെ പേരുടെ കയ്യിലെങ്കിലും ഈ പാവാട ഉണ്ടാവും. ആൻഡ് ചിലരുടെ കയ്യിൽ ഇങ്ങനെ തന്നെ പട്ടുപാവാട ഉണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഏത് പട്ടുപാവാടയാണോ ഉള്ളതെന്നെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ വേറെ ഡിഫറെന്റ് കളറോ ആയിട്ടുള്ള ഒരു ഷ്രഗ് മാത്രം തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് അതിനെ പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയ കാശലവില്ലാതെ നമുക്ക് നല്ലൊരു അടിപൊളി ഓണം ഔട്ട്ഫിറ്റ് ആയി. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. നമുക്ക് സെക്കൻഡ് ഔട്ട്ഫിറ്റിലോട്ട് പോവാം. സെക്കൻഡ് ഔട്ട്ഫിറ്റിനും കോമൺ ആയിട്ടുള്ളത് എന്താണ് ഗായ്സ്? സെയിം പാവാട. നമുക്ക് വൺസ് ചേട്ടായിയുടെ, അതായത് എന്റെ ബ്രദറിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് സെയിം, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോ ടെമ്പിൾ വെഡിങ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പട്ടുപാവാട, ദാവണി ആ ഒരു മോഡലിലായിരുന്നു. അപ്പോ നമുക്ക് എല്ലാവരും കോമൺ കളേഴ്സ് എന്നുള്ള രീതിക്ക് ഇത് കോമൺ ആയിട്ട് വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇതുപോലെ തന്നെയായിരുന്നു. പൊന്നു തുണി എടുത്ത് തയ്ച്ചതാണ്. ദാവണിയാണിത് ശരിക്കും. ഇതാണ് മെറ്റീരിയൽ. നമ്മൾ വാങ്ങിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ ചാലക്കുടിയിലുള്ള സണ്ണി സിൽക്സ് പോയിട്ട് മേടിച്ച ബ്രൊക്കേഡിന്റെ മെറ്റീരിയൽ ആണ്. ഇത് കുറെ പേർക്ക് ഒരുമിച്ച് മേടിച്ചായിരുന്നു. ഇതിന്റെ റേറ്റ് സത്യത്തിൽ ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഞാൻ കൊടുത്ത് തയ്പ്പിച്ചതാണ്. ഇത് ആൻഡ് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സംഭവം ഇത് നമ്മൾ എക്സ്ട്രാ നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ്. ബാക്കി ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ബ്ലൗസ് തയ്ക്കാൻ ഏകദേശം അതും ഞാൻ മറന്നുപോയി, അതും നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും തയ്പ്പിക്കാം. ഇപ്പൊ എനിക്ക് പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസ് വേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ തയ്പ്പിച്ചു. പൊന്നിന്റെ ഒക്കെ സാധാ ക്രോപ്പ് ടോപ്പ് പോലെ തന്നെയാണ് തയ്പ്പിച്ചത്. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ രണ്ടും വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഷോൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഷോള്. ഇത് ഷോൾ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ മേടിച്ചതാണ്. നമ്മൾ കല്യാണിൽ നിന്നാണ് മെറ്റീരിയൽ മേടിച്ചത്. ഈ എക്സ്റ്റൻഷൻ, ഈ സാധനം ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മൾ തന്നെ ഇവിടെ വെച്ച് പിടിപ്പിച്ചതാണ്. ആകെ ഈ ഷോള് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ മേടിച്ചത്. ഇതിന്റെ റേറ്റ് എനിക്ക് സെപ്പറേറ്റ് ഓർമ്മയില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബൾക്ക് ക്വാണ്ടിറ്റി, അതിലേക്ക് എല്ലാവർക്കും കൂടെ അത് ഒരുമിച്ചാ മേടിച്ചേ. അതുകൊണ്ടാണ് ഇതിന്റെ അത്ര ഓർമ്മയില്ലാത്തത്. പക്ഷെ വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ, അതും പറയണമല്ലോ. അപ്പൊ ഇത് രണ്ടുമാണ് രണ്ട് ഔട്ട്ഫിറ്റ്. രണ്ടും ഏകദേശം രണ്ടാമത്തെ ഔട്ട്ഫിറ്റിന്റെ സത്യത്തിൽ എനിക്ക് പൈസ ഓർമ്മയില്ല. ഞാൻ കിട്ടുവാണെങ്കിൽ അതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഔട്ട്ഫിറ്റിന്റെ ഏകദേശം ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് രണ്ട് ഔട്ട്ഫിറ്റ്. പിന്നെ ഈ ഒരു സ്കേർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ടോപ്പ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ഡ്രസ്സായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാം. കാരണം ഒരു ബേസ് സ്കേർട്ട് ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഈ രണ്ട് ഔട്ട്ഫിറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാ. ഇതിന്റെയൊക്കെ ഓരോ പിക്സും ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.